ഞാൻ നമ്മുടെ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാറുണ്ട്. ആദ്യമായിട്ട് നിന്നെ കണ്ടതും നീ ചൂടായതും. ഇപ്പൊ അതല്ല ഒരു തമാശ. രാജേട്ടൻ കിടക്കണമെങ്കിൽ ഞാൻ ഇരുന്നേരില്ലേ? എന്തിനാ കണ്ട പെൺകുട്ടികളുടെ മടിയിലൊക്കെ കിടക്കുന്നത്? അതിപ്പോ നീ പോയിക്കോ, രാജേട്ടൻ എന്റെ മടി കിടന്നോളൂ. ഇപ്പൊ പോയിക്കോളൂ. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അന്ന് പുഴക്കര വെച്ച് ചെയ്ത കാര്യങ്ങൾ എല്ലാവരോടും പറയും. ഈശ്വരനൊന്നും വിളിക്കണ്ട. നാടാകെ പ്രേം ചേർന്ന ഈ അബദ്ധം പറ്റും. ഇപ്പോഴെങ്കിലും മനസ്സിലായത് ഭാഗ്യം. കള്ളൻ. എടീ, നീ ആരാടി എന്റെ രാജേട്ടനെ ചീത്ത വിളിക്കാൻ? ശാന്തി ഒന്ന് അടങ്ങ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്നാലും എന്നോട് ഈ ചതിവ് വേണ്ടായിരുന്നു. നിനക്ക് ശാന്തി പേരിട്ടവരാണെന്നല്ല നാശം. വാ ചേട്ടാ, ഇരുന്നില്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും. കിടക്ക്. ഒരഡ്ജസ്റ്റ്മെന്റിന് ഞാനില്ല. നിന്റെ കല്യാണം കഴിയുന്നത് വരെ ആ വട്ട് പിന്നെ ഞാൻ പ്രേമിക്കണമെന്ന്. വേണ്ട വേണ്ട, കളി കാര്യമായാലേ എനിക്ക് ആ കൂടെ ഒരു ജീവിതമേ ഉള്ളൂ. അത് വെച്ച് പന്താടാൻ ഞാൻ തയ്യാറല്ല. ഏതായാലും കല്ലുപറമ്പിലത്തെ വാർഡിന്റെ പ്രശ്നമല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. സംഗതി പറഞ്ഞാ നീ തന്നെ രണ്ടിനെയും കെട്ടേണ്ടി വരും. തളർന്നു. അതിശയം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എവിടെ? അതിശയം ഇവിടെ തന്നെ ഉണ്ട്. എങ്കിൽ വേഗം കാണിച്ചതാ. അതങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാൻ ഒക്കത്തില്ല. ആദ്യം എന്താണെന്ന് പറയാം. എന്താ? ശരിക്കും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് ഉറക്കെ ഐ ലവ് യു എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഐ ലവ് യു എന്ന് വെച്ചാൽ എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ രാജേട്ടനെ സ്നേഹിക്കുന്നത്. അതാ കുഴപ്പം. ആരാരെ സ്നേഹിക്കണമെന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഞാനാ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ദൈവം അതേറ്റ് പറയും. സത്യം? അങ്ങനെ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞവനെ പെണ്ണ് സ്നേഹിച്ചോളണം. ഞാൻ സ്നേഹിച്ചോളാം. എനിക്ക് അതിശയം കാണിച്ചാൽ മതി. ആണേ, ഇവിടെ I love you. I love you. I love you. എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ ദുഷ്ട. വഴിയിറക്കാൻ പറ്റില്ലല്ലേ? എടാ, ആ പെണ്ണ് വലിയ സഹിക്കാം. ഇതുവരെ കല്ലുപ്പറമ്പിൽ തറവാട്ടിലാരും ആണിങ്ങനെ വലിയ കൊണ്ടിട്ടില്ല. നിന്നോട് ഞാൻ ഇത് പ്രതികാരം വിട്ടു. എന്തിനാ നീട്ടി വെക്കുന്നത്? ഇപ്പൊ തന്നെ ആകാം. മനസ്സില്ല, എനിക്കിഷ്ടമുള്ളപ്പോ തല്ലിക്കും. കൂലിക്കാളെ വിട്ട് തല്ലിച്ച പാരമ്പര്യമാ കല്ലുപ്പറമ്പിൽ തറവാട്ടിലുള്ളത്. എങ്കിൽ ആളെയും കൂട്ടി പോരെ. കാണാം കാണാം. എവിടെ കാണും? സന്ധി വരെ എപ്പോഴെപ്പോഴും കാണും. കാണാം കാണാം. വരും. എന്നെ തന്നെ പിടിച്ചു. ഓടിയാ വേഗം വേഗം വേഗം.
ഭ്രാന്ത് കൊണ്ടുവന്നിരിക്കണം അവന്റെ അമ്മയുടെ. ഇതെന്റെ തറവാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവന്മാരെ രണ്ട് തല്ലാതെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും. ക്യാഷ് എത്ര വേണമെങ്കിലും ചെലവാക്കാം. അടയാളം പറയും. അടയാളം ഒന്നും പ്രശ്നമല്ല ആശാനെ. അവന്മാരെ പുഴക്കരെ കാത്തിരിക്കുന്നുണ്ടാവും. ആശാൻ ആളയച്ചാൽ മാത്രം മതി. വല്ലാതെ വേർക്കുന്നു. നമുക്ക് അരുവി പോയി കുളിച്ചു പോ. അയ്യോ ഞാനില്ല. ഒരിക്കൽ കുളിച്ചതിന്റെ തണുപ്പാ ഇപ്പൊ ഓടി ചൂടാക്കുന്നത്. എങ്കിൽ നീ നടന്നു. ആ തോർത്തിങ്ങട് ഞാൻ കുളിച്ചു. രാജേന്ദ്ര കുളിക്കാനായിരിക്കും അല്ലേ? അല്ല, ഒന്ന് ഷേവ് ചെയ്യാന്ന് കരുതി. പറഞ്ഞു വിട്ട ആൾക്കാരാണെന്നാ തോന്നുന്നത്. വടിയും വെട്ടുകത്തിയുമായിട്ടാ വരുന്നത്. നമുക്ക് മുങ്ങാം. എന്തു പറ്റി? ഒന്നുമില്ല, ഇപ്പൊ വരാം. അതേ അടയാം. നേരെ അടിക്കാം. എന്താ കാര്യം? ഇങ്ങോട്ട് രണ്ടാമത്തെ ആൾ ഇവനാ. അയ്യോ അടിച്ചോളെ. നമുക്കൊന്ന് കുളിക്കാം. നിന്റെ ഈ കുളിയാണ് എല്ലാത്തിനും കുഴപ്പം. മേലാ നീ കുളിക്കണ്ട. വാ.